ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 1-ാം അധ്യായം. ഈ സ്കന്ധത്തിൽ 15 അധ്യായങ്ങൾ കൊണ്ട് ഊതി എന്ന ലീല വർണ്ണിക്കുന്നു. ഊതികൾ എന്നാൽ അതാതു കർമ്മങ്ങളെ അനുസരിച്ചുണ്ടാകുന്ന വാസനകൾ എന്നർത്ഥം. അശുഭ ശുഭ എന്ന് 2 വിധത്തിലാണ് വാസനകൾ. മഹാന്മാരുടെ ശാപാദികൾ നിമിത്തം അശുഭവാസനയും അനുഗ്രഹം നിമിത്തം ശുഭവാസനയും ഉണ്ടാകും. വൈകുണ്ഠലോകത്തിൽ ശ്രീഹരിയുടെ പാർഷദന്മാരായ ജയൻ വിജയൻ എന്നുപേരായ 2 പേർക്ക് സനകാദികളുടെ ശാപം നിമിത്തം അശുഭവാസനയുണ്ടായി. തന്നിമിത്തം അവർ വിഷ്ണു ദ്വേഷികളായി വന്നു. ദൈത്യവംശത്തിൽ ജനിച്ച പ്രഹ്ലാദനും ശ്രീ നാരദാനുഗ്രഹത്താൽ ഗർഭവാസം മുതൽക്കു തന്നെ ശ്രീ വിഷ്ണുഭക്തി ഉണ്ടാവാൻ മതിയായ ശുഭവാസന ഉത്ഭവിച്ചു. ഇതിൽ നിന്ന് മഹാന്മാരുടെ അനുഗ്രഹശാപങ്ങൾ ശുഭാശുഭവാസനകളെ ജനിപ്പിക്കുമെന്ന് സ്പഷ്ടമാകുന്നു. ശത്രുഭാവത്തിൽ സ്മരിക്കുന്നവനായാലും വേണ്ടില്ല, സ്വഭക്തനെ വിഷ്ണു രക്ഷിക്കും. ദ്വാരപാലന്മാരായ ജയവിജയന്മാരുടെ 3-ാമത്തെ ജന്മത്തിൽ ഭഗവാൻ അവർക്ക് മുക്തി നൽകി. അതുകൊണ്ട് വിചാരശക്തിയുള്ളവർ മഹാന്മാരുടെ അനുഗ്രഹം സമ്പാദിപ്പാൻ ശ്രമിക്കണമെന്നാണ് ഊതി ലീലാവർണ്ണനത്തിൽ അടങ്ങിയ സാരം. അതിൽ ആദ്യത്തെ 10 അധ്യായങ്ങൾ കൊണ്ട് മഹത്കോപത്തിനു പാത്രമായ അസുരൻ്റെ അശുഭവാസനയെയും മഹത് അനുഗ്രഹത്തിനു പാത്രമായ അസുരപുത്രൻ്റെ ശുഭവാസനകളെയും വർണ്ണിക്കുന്നു. മനഃശുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നാണ് സദ്വാസന ജനിക്കുന്നത് എന്നും പ്രഹ്ലാദചരിതത്തിൽ നിന്ന് കിട്ടും. പിന്നെയുള്ള 5 അധ്യായങ്ങൾ കൊണ്ട് ധർമ്മസ്വരൂപത്തെ നിർണയിക്കുന്നു. ദൈത്യാധിപനായ ഹിരണ്യകശിപുവിന് ശ്രീ വിഷ്ണുഭക്തനായ സ്വപുത്രനിൽ വിരോധം തോന്നിയത് ബ്രാഹ്മണ ശാപത്തിൻ്റെ ഫലമാണ് എന്ന് 1-ാം അധ്യായത്തിൽ വിവരിക്കും. രാജോവാച സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്തെ കഥം ദൈത്യാൻ അവധിദ്വിഷമോ യഥാ. ശ്രീ വിഷ്ണു സഹായിച്ചതുകൊണ്ടാണ് ഇന്ദ്രൻ ദിതിപുത്രന്മാരെ വധിച്ചത്. അതുകൊണ്ടാണ് ദിതിക്ക് ദുഃഖവും ക്രോധവും ജനിച്ചത് എന്ന് 6-ാം സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതു കേട്ടപ്പോൾ ആശ്ചര്യയുക്തനായ പരീക്ഷിത്ത് ശ്രീ ശുകനോട് ചോദിക്കുന്നു: ഹേ ബ്രഹ്മൻ, ശ്രീ ഭഗവാൻ സ്വതേ തന്നെ സകല പ്രാണികളിലും സമസ്വഭാവനും എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനും എല്ലാവരിലും പ്രിയനുമായിരിക്കെ ബന്ധുശത്രു ഭേദഭാവനയുള്ള സാധാരണനെ പോലെ ഇന്ദ്രപക്ഷത്തിൽ ചേർന്ന് ദൈത്യന്മാരെ എങ്ങനെ വധിച്ചു? നഹ്യസ്യാർത്ഥസുരഗണൈഃ സാക്ഷാൻ നിശ്രേയസാത്മനഃ നൈവാസുരേഭ്യോ വിദ്യേഷോ നോദ്വേഗാശ്ച ഗുണസ്യ ഹി. ഏതൊരുവന് ഏതൊരുത്തരാൽ പ്രയോജനമുണ്ടോ അവൻ അവരുടെ പക്ഷത്തിൽ ചേരും. ആരിൽ നിന്ന് ഭയം ജനിക്കുന്നുവോ അവരിൽ ദ്വേഷം നിമിത്തം അവരെ ഹനിക്കും. ഇങ്ങനെയാണല്ലോ സമ്പ്രദായം. ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം തന്നെ പരമാനന്ദമായിരിക്കയാൽ ദേവന്മാരെ കൊണ്ട് യാതൊരു ആവശ്യവും ഭഗവാനില്ല. ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാന് അസുരന്മാരിൽ നിന്ന് ഭയവുമില്ല. അതിനാൽ അവരുടെ നേരെ വിദ്വേഷത്തിനും കാരണമില്ല. സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അധീനമായിരിക്കുന്നവർക്കു മാത്രമേ ചിലരിൽ പ്രീതിയും മറ്റു ചിലരിൽ ദ്വേഷവും ഉണ്ടാവാൻ അവകാശമുള്ളൂ. ഗുണാതീതനായ ഭഗവാന് പ്രീതിദ്വേഷങ്ങൾ ഉണ്ടാവാൻ കാരണമില്ല. ഇതിന്നസ്സു മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയസ്സു മഹാൻ ജാതസ്തദ്ഭാവാംശ്ചേത്തുമർഹതി. ഹേ മഹാത്മൻ, കഥ കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ശ്രീനാരായണൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അനുഗ്രഹ നിഗ്രഹങ്ങളെക്കുറിച്ച് ഏറ്റവും ബലമായ സംശയമുണ്ട്. അതിനെ യുക്തിപൂർവം നിവാരണം ചെയ്യുവാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ശ്രീ ശുക ഉവാച സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യദ്ഭാഗവതമാഹാത്മ്യം ഭഗവദ്ഭക്തിവർദ്ധനം ഗീയതേ പരമം പുണ്യം ഋഷിഭിർനാരദാദിഭിഃ നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം. ശ്രീ ശുകമുനി അരുളി ചെയ്തു: ഹേ മഹാരാജാവേ, കേൾക്കുന്നവർക്ക് പരമസന്തോഷത്തെയും ആശ്ചര്യത്തെയും ജനിപ്പിക്കുന്ന ഹരിചരിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്തത് ശ്ലാഘ്യം തന്നെ. ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും പരമപുണ്യവുമായ ഭഗവത് ഭക്തചരിതം നാരദാദികളായ ഋഷികളാൽ കൂടി കീർത്തിക്കപ്പെടുന്നു. എൻ്റെ പിതാവും ആചാര്യനുമായ ശ്രീ വ്യാസമുനിയെ നമസ്കരിച്ചും കൊണ്ട് ശ്രീ ഹരികഥ അങ്ങയോട് പറയാം. ജിഹ്വാം ലബ്ധ്വാഭിയോ വിഷ്ണും കീർത്തനീയം ന കീർത്തയേത് ലബ്ധ്വാഭിമോഷനിശ്രേണീം സനാരോഹതി ദുർമതീഃ
തസ്മാത് ഗോവിന്ദമാഹാത്മ്യമാനന്ദരസസുന്ദരം ശൃണുയാത് കീർത്തയേൻ നിത്യം സകൃതാർത്ഥോ ന സംശയഃ. തസ്മാത് ധീമൻ കഥാം പുണ്യം ഗോവിന്ദചരിതാഞ്ജിതാം മഹാപുണ്യപ്രദാം യസ്മാത് ശൃണുഷ്വ നൃപസത്തമാ. നാവുണ്ടായിട്ടും കൂടി കീർത്തിപ്പാൻ യോഗ്യനായ വിഷ്ണുവിനെ യാതൊരുവൻ കീർത്തിക്കുന്നില്ലയോ? ആ മനുഷ്യൻ മോക്ഷമാർഗത്തിൽ കയറാനുള്ള കോണിപ്പടി ലഭിച്ചിട്ടും അതിലേക്ക് കയറുന്നില്ല. അതുകൊണ്ട് ആനന്ദരസത്താൽ സുന്ദരമായിരിക്കുന്ന ഗോവിന്ദ മാഹാത്മ്യത്തെ നിത്യവും കീർത്തിക്കുകയും കേൾക്കുകയും വേണം. ആവിധം ചെയ്യുന്നവൻ്റെ ജന്മം സഫലമാകുന്നു, സംശയമില്ല. അതിനാൽ ഹേ ധീമനായുള്ളോവേ, ഗോവിന്ദ ചരിത്രത്താൽ മനോഹരവും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കഥ ഹേ രാജശ്രേഷ്ഠ മനസ്സിരുത്തി കേൾക്കുക. നിർഗുണോ വിഹ്യജോ വ്യക്തോ ഭഗവാൻ പ്രകൃതേ പരഃ സ്വമായ ഗുണമാവിശ്യ ബാധ്യബാധകതാം ഗതഃ. പ്രകൃതി കാര്യങ്ങളായ ദേഹേന്ദ്രിയാന്തകരണങ്ങളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസം ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് പ്രകൃതിയെ അതിക്രമിച്ചവനും, അതിനാൽ സത്വാദി ഗുണകാര്യങ്ങളായ രാഗദ്വേഷാദികളില്ലാത്തവനും, അതിനാൽ ജീവന്മാരെ പോലെ കർമാധീനമായ ജന്മാദി വികാരമില്ലാത്തവനും, അതിനാൽ അദൃശ്യനുമാകുന്നതുകൊണ്ട് വിവേകികളുടെ ദൃഷ്ടിയിൽ ഭഗവാൻ സർവത്ര സമനായി തന്നെ ഇരിക്കുന്നു. അവിവേകികൾക്ക് വിഷമസ്വഭാവൻ എന്ന പോലെ തോന്നുന്നതിന് കാരണമെന്തെന്നാൽ തൻ്റെ അന്തരംഗശക്തിയായ മായയുടെ സത്വാദി ഗുണങ്ങളെ അംഗീകരിച്ച് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരലീലകൾ നടത്തുന്നവനും കർമാനുസരണമായ ഫലങ്ങൾ പ്രാണികൾക്ക് നൽകുന്നവനുമാകയാൽ ദണ്ഡിക്കുവാൻ അർഹന്മാരെ ദണ്ഡിക്കുന്നവനും അനുഗ്രഹിക്കുവാൻ അർഹന്മാരെ അനുഗ്രഹിക്കുന്നവനുമായിട്ട് തോന്നുന്നു. വാസ്തവത്തിൽ ഭഗവാൻ ആരെയും അനുഗ്രഹിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. കർമാനുസരണമായ ഫലം ജീവാത്മാക്കൾക്ക് നൽകുന്നത് ഈശ്വര സ്വഭാവമാകുന്നു. സത്വം രജസ്തമൈതി പ്രകൃതേനാത്മനോ ഗുണാഃ ന തേഷാം യുഗഭദ്രാജൻ ഹ്രാസ ഉല്ലാസയേവ വാ. സത്വം രജസ് തമസ് എന്ന ഗുണങ്ങൾ പ്രകൃതിയുടേതാകുന്നു, ആത്മാവായ ഭഗവാന്റേതല്ല. സ്വേച്ഛയാ ഗുണങ്ങളെ അംഗീകരിച്ചാലും ഗുണസംബന്ധ നിമിത്തം പക്ഷപാതാദി വിഷമസ്വഭാവം വന്നുകൂടെ എന്ന ശങ്ക പരിഹരിക്കുന്നു. ഹേ രാജൻ, ഗുണങ്ങളുടെ ഏറ്റക്കുറവ് ഏകകാലത്തിൽ ഭവിക്കുന്നില്ല. ഗുണങ്ങളുടെ നിയാമകത്വം കാലാധീനമായിരിക്കുന്നു. ഗുണങ്ങൾ സത്വാദികൾ ഒന്നധികരിച്ചും മറ്റൊന്ന് കുറഞ്ഞും വരുമ്പോഴാണ് പക്ഷപാതാദി വൈഷമ്യം വന്നുചേരുന്നത്. ഗുണങ്ങളുടെ നിയമനം കാലത്തിന് അധീനമാകയാൽ അതും ഈശ്വരനെ ബാധിക്കുന്നില്ല. ഈശ്വരൻ കാലാതീതനാകുന്നു. അതുകൊണ്ട് വൈഷമ്യാദി ദോഷം ഈശ്വരനില്ല. ജയകാലേ ദുസത്വസ്യ ദേവർഷിൻ രജസോസുരാൻ തമസോ യക്ഷരക്ഷാംസി തത്കാലാനുഗുണോ ഭജത്. സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയാൽ സാത്വികന്മാരായ ദേവന്മാരെയും ഋഷികളെയും ഭഗവാൻ പൂജിക്കുന്നു. ദേവന്മാർക്കും ഋഷികൾക്കും ജയകാരണമായിട്ട് ഭവിക്കുന്നു. രജോ ഗുണം മറ്റു രണ്ട് ഗുണങ്ങളെ അധികരിച്ച് ജയിക്കുന്ന അവസരത്തിൽ രജപ്രധാനികളായ അസുരന്മാരെ ഭഗവാൻ സഹായിക്കുന്നു. അസുരന്മാർ സാത്വികന്മാരായ ദേവന്മാരെയും ഋഷികളെയും താമസന്മാരായ യക്ഷരക്ഷസുകളെയും അതിക്രമിക്കുന്നു. തമോ ഗുണം മറ്റു രണ്ട് ഗുണങ്ങളെയും അധക്കരിച്ചു ജയിക്കുമ്പോൾ യക്ഷരക്ഷസുകൾ മറ്റുള്ളവരെ ജയിക്കുന്നു. ഏതു ഗുണം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നുവോ ആ ഗുണം പ്രധാനമായുള്ളവരെ ഭഗവാൻ സഹായിക്കുന്നുവെന്ന് അവിവേകികൾ വിചാരിക്കുന്നു. ജയാപജയങ്ങൾ പ്രകൃതി ഗുണങ്ങളുടെ വൃദ്ധിക്ഷയത്തെ അനുസരിക്കുന്നതല്ലാതെ ഭഗവാൻ അതിൽ കർത്തൃത്വമില്ല. ജ്യോതിരാതിരിവാബാധി സംഘാതാന്ന വിവിച്യതേ വിദ്യന്ത്യാത്മാനമാത്മസ്ഥം മതിത്വാ കവയോന്തതഃ. സത്വാദി ഗുണങ്ങളുടെ അഭിവൃദ്ധിയോടുകൂടിയ സകല ശരീരങ്ങളിലും സമസ്വരൂപനായിട്ട് ഭഗവാൻ വസിക്കുന്നു. ഉപാധികളുടെ ഗുണവൈഷമ്യം നിമിത്തം ഭഗവാനും വിഷമസ്വഭാവമുള്ളവനെന്ന് അവിവേകികൾ വിചാരിക്കുന്നു. അതിനു കാരണം ദേവാദി ശരീരങ്ങളിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാവിനെ അവർ അറിയുന്നില്ല. വിചാരശീലന്മാരായ കവികൾ അചേതനമായ ശരീരേന്ദ്രിയ സംഘാതത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയുന്നു. അഗ്നി, ജലം, ആകാശം എന്നിവ ഏതേതുപാധികളിൽ വസിക്കുന്നുവോ അതാതുപാധികളുടെ ആകൃതിയിൽ അജ്ഞാദികളെ കാണുന്നത് പോലെ അവിവേകികൾ ആത്മാവിനെ കാണുന്നു. ഉപാധിഗതങ്ങളായ ഹ്രസ്വ ദീർഘാദിവേദങ്ങളെ അജ്ഞാതി സ്വരൂപങ്ങളായിട്ട് ധരിക്കുന്നു. വാസ്തവത്തിൽ ഉപാധി സംബന്ധമില്ലാതിരിക്കുന്ന പരമാത്മാവ് സമരൂപനാണ് കവികൾ അറിയുന്നു. അവരിൽ തന്നെ ചിലർ സ്വഭാവമാണ് ലോകത്തെ വ്യാപരിപ്പിക്കുന്നതെന്നും
മറ്റു ചിലർ കാലമാണെന്നും വേറെ ചിലർ കർമ്മമാണെന്നും വാദിക്കുന്നു. ഒടുവിൽ സർവാന്തര്യാമിയായ ഈശ്വരൻ തന്നെ പ്രേരകൻ എന്നവർ നിശ്ചയിക്കുകയും ആ സർവേശ്വരൻ സർവത്ര സമനാണെന്ന് കാണുകയും ചെയ്യുന്നു. യഥാസി സൃഷ്ടു പുരാത്മനഃപരോ രജസൃജസ്ത്യേഷ പൃഥക് സ്വമായയാ സത്വം വിചിത്രാസുരിരം സുരീശ്വരഃ ശയിഷ്യമാണസ്തമൈരയത്യസൗ. ഈശ്വരൻ ജീവാത്മാക്കളുടെ ഭോഗത്തിനായിക്കൊണ്ട് ശരീരങ്ങളെ സൃഷ്ടിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ സമാവസ്ഥയിൽ ഇരുന്നിരുന്ന ഗുണങ്ങളിൽ നിന്ന് രജോ ഗുണത്തെ വേർതിരിക്കുന്നു. രജസ്സിനെ അംഗീകരിച്ച് സൃഷ്ടിക്കുന്നു എന്ന് സാരം. വിചിത്രങ്ങളായ യോനികളിൽ രമിപ്പാൻ ആഗ്രഹിക്കുന്ന പരമേശ്വരൻ സത്വഗുണത്തെ വേർതിരിക്കുന്നു. സത്വഗുണത്തെ അംഗീകരിച്ചിട്ട് അവതാര സ്വരൂപങ്ങൾ എടുത്ത് ലോകരക്ഷ ചെയ്യുന്നു. യോഗനിദ്രയെ സ്വീകരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ തമസ്സിനെ പ്രേരിപ്പിക്കുന്നു. തമോ ഗുണത്തെ അംഗീകരിച്ച് ലോകങ്ങളെ സംഹരിക്കുന്നു. ഗുണപാരതന്ത്ര്യം ഈശ്വരനില്ല. കാലം ചരന്തം സൃജതീശ ആശ്രയം പ്രധാനഭുംഭ്യാം നരദേവ സത്യകൃത് യേഷ രാജന്നഭികാലയീശിത സത്വം സുരാനീകമിവൈദയത്യതഃ തത്പ്രത്യനീകാനസുരാൻ സുരപ്രിയോ രജസ്തമസ്കാൻ പ്രമിണോത്യുരുസ്രവാഹ. മായാഗുണങ്ങളെ സ്വേച്ഛയ അംഗീകരിച്ചതുകൊണ്ട് പരമേശ്വരൻ വിഷമ സ്വഭാവനോ എന്ന് തോന്നുന്നതാണ്. സ്വാഭാവികമായിട്ട് വിഷമത്വം ഈശ്വരനില്ലെന്ന് സാധിച്ചതിൻ്റെ ശേഷം പ്രകൃതി പുരുഷന്മാർ നിമിത്തമുള്ള പാരതന്ത്ര്യവും ഈശ്വരനില്ലെന്ന് കാണിക്കുന്നു. ഹേ രാജാവേ, പ്രകൃതി പുരുഷന്മാരെ കൊണ്ട് സ്വസങ്കല്പത്തെ സഫലമാക്കി തീർക്കുന്ന ഭഗവാൻ അവർക്ക് സഹകാരിയുടെ നിലയിൽ ആശ്രയമായിരിക്കുന്ന കാലത്തെ സ്വയമേവ നിശ്ചയിച്ചു. തന്നാൽ നിശ്ചയിക്കപ്പെട്ട കാലം നിമിത്തവും ഈശ്വരന് പാരതന്ത്ര്യം ഉണ്ടാകുവാൻ അവകാശമില്ല. കാലശക്തി സത്വഗുണത്തെ എപ്പോൾ വർദ്ധിപ്പിക്കുന്നുവോ അപ്പോൾ സത്വഗുണപ്രധാനികളായ ദേവസംഘങ്ങളെ ഈശ്വരൻ സഹായിക്കുന്നുവോ എന്നും രജസ്തമ പ്രകൃതികളും ദേവവിരോധികളുമായ അസുരന്മാരെ സംഹരിക്കുന്നുവോ എന്നും അതുനിമിത്തം ഈശ്വരൻ സുരന്മാരിൽ പ്രത്യേക വാത്സല്യമുള്ളവനോ എന്നും തോന്നുകയാകുന്നു. കാലശക്തി നിമിത്തം ക്ഷോഭിച്ച ഗുണവൈഷമ്യം സന്നിധി മാത്രം നിമിത്തം ഗുണാധിഷ്ഠാതാവായ ഈശ്വരനിൽ സ്ഫുരിക്കുന്നുവെന്നു മാത്രമല്ലാതെ വിവേകികളുടെ ദൃഷ്ടിയിൽ ഈശ്വരൻ വിഷമനല്ല. അത്രൈവോദാഹൃത പൂർവം ഇതിഹാസ സുരർഷിണ പ്രീത്യ മഹാക്രതൗ രാജൻ പൃച്ഛതേ ജാതശത്രവേ. ഹേ രാജൻ, ഈ സംഗതിയെക്കുറിച്ച് തന്നെ രാജസൂയ യാഗാവസരത്തിൽ ചോദ്യം ചെയ്ത അങ്ങയുടെ പിതാമഹനായ ധർമ്മപുത്രരോട് നാരദമുനി പ്രീതിപൂർവം അരുളി ചെയ്ത ഒരു കഥയുണ്ട്. അത് ഞാൻ അങ്ങയോട് പറയാം, സാവധാനം കേൾക്കുക. ദൃഷ്ട്വാ മഹാദ്ഭുതം രാജാ രാജസൂയേ മഹാക്രതോ വാസുദേവേ ഭഗവതി സായുജ്യം ചേതി ഭൂഭുജഃ തത്രാസീനം സുരഋഷീം രാജാ പാണ്ഡുസുതക്രതോ പപ്രച്ഛ വിസ്മിതമനാം മുനീനാം ശൃണ്വതാമിതം. രാജസൂയം എന്നുപേരായ മഹായാഗം കഴിച്ച സമയത്തിൽ ശിശുപാലൻ ഭഗവാൻ വാസുദേവനിൽ സായുജ്യം പ്രാപിച്ചതായ മഹാത്ഭുതം കണ്ടിട്ട് ആശ്ചര്യയുക്തനായ ധർമ്മപുത്ര മഹാരാജാവ് ആ സദസ്സിലിരിക്കുന്ന ശ്രീനാരദനോട് മറ്റു മുനിമാരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ ഇപ്രകാരം ചോദിച്ചു. യുധിഷ്ഠിര ഉവാച: അഹോ അത്യദ്ഭുതം ഹേതത് ദുർലഭൈകാന്തിനാമഭി വാസുദേവേ പരേ തത്വേ പ്രാപ്തിശ്ചൈദ്യസ്യ വിദ്യുഷഃ ഏതദ്വേദിതുമിച്ഛാമഹ സർവ ഏവ വയം മുനേ ഭഗവൻ നിന്ദയാവേനോ ദ്വിജൈസ്തമസി പാതിതഃ. യുധിഷ്ഠിരൻ നാരദനോട് ചോദിച്ചു: അഹോ അത്യാശ്ചര്യം! സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ശ്രീ വാസുദേവനിൽ പരമഭക്തിയുള്ളവർക്കും കൂടി ലഭിപ്പാൻ പ്രയാസമേറിയ സായുജ്യം വാസുദേവനെ ദ്വേഷിക്കുന്ന ശിശുപാലന് ലഭിച്ചിരിക്കുന്നു. ഹേ മുനെ, ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയുവാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഭഗവാനെ നിന്ദിച്ച വേനനെ ബ്രാഹ്മണർ ശാപത്താൽ ദഹിപ്പിച്ച് നരകത്തിൽ വീഴ്ത്തുകയല്ലേ ചെയ്തത്? ആ അവസ്ഥ തന്നല്ലേ ശിശുപാലനും ഉചിതമായിരിക്കുന്നത്? സായുജ്യം ലഭിച്ചതിന് കാരണമെന്താണെന്ന് അങ്ങ് അരുളി ചെയ്യണം. ദമഘോഷസുതപാപ ആരഭ്യ കളഭാഷണാത് സംപ്രത്യമർഷി ഗോവിന്ദേ ദന്തവക്രശ്ചതുർമതിഃ ശപതോരസകൃദ്ധിഷ്ണും യദ്ബ്രഹ്മ പരമവ്യയം ശ്വിത്രോ ന ജാതോ ജിഹ്വായാം നാന്തം വിവിശതുസ്തമഃ കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹദാമിനി പശ്യതാം സർവലോകാനാം ലയമീയ ദുരഞ്ജസ ഏതത് ഭ്രാമ്യതി മേ ബുദ്ധിർ
ദീപാർച്ചിരിവ വായുന ബ്രൂഹ്യേ തദദ്ഭുതം തമം ഭഗവാൻസ്തത്ര കാരണം. അത്യന്ത പാപിയായ ശിശുപാലനും ദുർബുദ്ധിയായ ദന്തവക്ത്രനും ബാല്യത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ശ്രീ ഗോവിന്ദനിൽ വിരോധികളായി തന്നെയിരുന്നു. പരബ്രഹ്മസ്വരൂപനായ വിഷ്ണുവിനെ നിരന്തരം നിന്ദ ചെയ്ത അവരുടെ ജിഹ്വയിൽ വെളുത്ത കുഷ്ഠം വരികയും അവർ അന്ധകാരവൃതമായ നരകത്തെ പ്രാപിക്കുകയുമല്ലേ വേണ്ടത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ആ ഭഗവാനിൽ തന്നെ സകല ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ലയിക്കുകയും ചെയ്തു. ഈ സംഗതിയെക്കുറിച്ച് കാറ്റിൽ ചലിക്കുന്ന ദീപജ്വാല പോലെ എൻ്റെ ബുദ്ധി ചലിക്കുന്നു. ഈ സംഭവം ഏറ്റവും അദ്ഭുതമല്ലേ? സർവജ്ഞനായ അങ്ങ് ഇതിൻ്റെ കാരണം ഞങ്ങളോട് പറയണം. ശ്രീശുക ഉവാച. രാജ്ഞസ്തദ്വജ ആകർണ്യ നാരദോ ഭഗവാൻ ഋഷിഃ തുഷ്ടപ്രാഹതമാഭാഷ്യ ശൃണ്വത്യാസ്തൽസദകഥാഃ. ശ്രീശുകൻ അരുളി ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള വചനം കേട്ടപ്പോൾ സന്തുഷ്ടനായ നാരദ മഹർഷി അദ്ദേഹത്തെ സംബോധന ചെയ്ത് സദസ്സിലുള്ള മറ്റു ജനങ്ങൾ കേട്ടിരിക്കെ സന്ദേഹം തീർക്കുവാൻ ഉപകരിക്കുന്ന കഥകൾ പറഞ്ഞു. ശ്രീനാരദ ഉവാച. നിന്ദസ്തവ സത്കാരണ്യക്കാരാർത്ഥം കളേവരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. ശ്രീനാരദൻ പറഞ്ഞു, ഹേ രാജൻ, ഭഗവാനെ നിന്ദിച്ച പുരുഷന് നിശ്ചയമായും നരകപാതം ഉണ്ടാകണമെന്ന് പറയുന്ന അങ്ങയുടെ അഭിപ്രായം എന്താകുന്നു? ജീവികൾ ഭഗവാനെ നിന്ദിക്കുകയോ വന്ദിക്കുകയോ ബഹുമാനിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഭഗവാന് ക്രോധമുണ്ടാകുകയോ ശരീരദുഃഖം അനുഭവപ്പെടുകയോ ചെയ്യുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരം ശുദ്ധാബദ്ധമാണെന്ന് ഉപദേശിക്കുന്നു. പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചറിയാതെ പ്രകൃതി കാര്യമായ ദേഹത്തെ ആത്മത്വേന അഭിമാനിക്കുന്ന അജ്ഞരായ ജനങ്ങൾ അവരുടെ ശരീരത്തെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ബഹുമാനിക്കുകയോ അവമാനിക്കുകയോ ചെയ്യുന്നതിനാൽ സന്തപിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നു. ഭഗവാൻ ജ്ഞാനാനന്ദ സ്വരൂപനാകയാൽ ജനങ്ങൾ ചെയ്യുന്ന നിന്ദാസ്തുതികൾ നിമിത്തം സ്വഭാവത്തിന് മാറ്റമോ ശരീരപീഡയോ സംഭവിക്കാൻ കാരണമില്ലെന്ന് വിചാരശീലനായ അങ്ങ് ആലോചിച്ചറിയണം. ഹിംസാ തദഭിമാനേന ദണ്ഡപാരുഷ്യയോർ യഥാ വൈഷമ്യമിഹ ഭൂതാനാം മമാഹമിതി പാർത്ഥിവഃ. ഹേ രാജാവേ, സാധാരണ ജനങ്ങൾ ശരീരത്തെ ആത്മത്വേന വിചാരിക്കുന്നു. സ്വശരീരത്തിൽ ഞാനെന്നും പരശരീരത്തിൽ പുത്രഭാര്യാദികളിൽ എൻ്റേതെന്നും ഭാവമുണ്ടാകുന്നു. ഈ ഭാവത്തിന് അഭിമാനം എന്നുപേർ. ശരീരത്തിൽ ഇപ്രകാരമുള്ള അഭിമാനം നിമിത്തം ശരീരത്തെ അടിക്കുകയോ മറ്റോ ചെയ്താൽ എന്നെ ഹിംസിച്ചു എന്നവർ വിചാരിക്കുന്നു. ഇത് നിമിത്തം ദണ്ഡപാരുഷ്യാദികളിൽ അവർ ഖേദിക്കുന്നു. ശരീരാഭിമാനത്തിനു കാരണം നിർഗുണനായ ഭഗവാന് ശരീരം തന്നെ ഇല്ലാതിരിക്കെ നിന്ദാസ്തുതികളിൽ സന്താപ സന്തോഷങ്ങൾ എങ്ങനെ ഉണ്ടാകും? എന്നിബദ്ധോഭിമാനോയം തദ്വദാത് പ്രാണിനാം വദഃ തദാനയസ്യ കൈവല്യാത് അഭിമാനോ കിലാത്മനഃ പരസ്യതമകർത്തുർഹി ഹിംസാ കേനാസ്യ കൽപ്പതേ. യാതൊരു ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ അജ്ഞന്മാർ ഉറപ്പിച്ചിരിക്കുന്നുവോ ആ ശരീരത്തിൻ്റെ വധം നിമിത്തം പ്രാണികളെ വധിച്ചു എന്ന ലോകത്തിൽ വ്യവഹാരമുണ്ടാകുന്നു. അദ്വിതീയനും അഖിലാത്മാവുമായ ഈശ്വരന് ശരീരാഭിമാനമില്ല. ദൈത്യാദികളെ വധിക്കുന്നത് അവർക്ക് ഹിതത്തിനു വേണ്ടിയിട്ട് മാത്രമാകുന്നു. അപ്രകാരമുള്ള ഭഗവാനെ ഹിംസിപ്പാൻ ആർക്കു കഴിയും? എങ്ങനെ അത് സംഭവിക്കും? തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ച്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. നിന്ദാസ്തുതികൾ നിമിത്തം ഭഗവാന് വൈഷമ്യമില്ലാത്തതുകൊണ്ട് ഏതൊരു വിധത്തിലും ഭഗവാനെ ധ്യാനിക്കുന്നവൻ്റെ ഭഗവൻ നിന്ദാജന്യമായ പാപവും ആ ധ്യാനമഹിമയാൽ നശിക്കുന്നതിനാൽ ഭഗവാനിൽ ദ്വേഷബുദ്ധിയുള്ളവർക്കും സായുജ്യം ലഭിക്കുന്നത് യുക്തം തന്നെ എന്ന അഭിപ്രായത്തെ വിശദമാക്കുന്നു. അത് ഹേതുവായിട്ട് ഭഗവാന് നിന്ദാസ്തുതികളാൽ വിഷമഭാവമില്ലാത്തതുകൊണ്ട് വൈരം നിമിത്തമോ ഭക്തി നിമിത്തമോ സ്നേഹം നിമിത്തമോ കാമനിമിത്തമോ ഏതോ വിധത്തിൽ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കുന്നതുകൊണ്ട് ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭാവിക്കാതെയാകുന്ന മനസ്സു തന്നെ ഭഗവന്മയമായി ഭവിക്കുന്നു. യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാമിയാത് നത്തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാ മതിഹി. ഭജനക്രമങ്ങളിൽ വെച്ച് വിദ്വേഷഭാവനയാൽ മനുഷ്യൻ
ഭഗവത് സായുജ്യത്തെ പ്രാപിക്കുന്നതുപോലെ ഭക്തിഭാവനയാൽ അത്ര എളുപ്പത്തിൽ പ്രാപിക്കുകയില്ല എന്നാണ് എൻ്റെ ദൃഢവിശ്വാസം. ശത്രുവിനെ എല്ലായ്പ്പോഴും ഓർമ്മിക്കും, സ്നേഹിതനെ അതുപോലെ സ്മരിക്കുന്നില്ല. ഭഗവാനിൽ നിന്ന് മനസ്സ് വേറിടാതെ ഇരിക്കുന്ന പക്ഷം അവന് സായുജ്യം ലഭിക്കും. അതിനു പറ്റിയതാണ് വിദ്വേഷഭാവം. അതിനാൽ ഭഗവാനെ ദ്വേഷിക്കുന്നവർക്കാണ് അചിരേണ സായുജ്യം ലഭിക്കുക. കീടപേശസ്കൃതാരുദ്ധഃ കുഡ്യായാം തമനുസ്മരൻ സംരംഭഭയയോഗേന വിന്ദതേ തൽസ്വരൂപതാം. വേട്ടാളൻ എന്ന വണ്ട് ഒരു പുഴുവിനെ ചുമരിലുള്ള ദ്വാരത്തിൽ ഇട്ടടച്ച് അതിനെ വിട്ടുപിരിയാതെ ഇരിക്കുന്നു. ഈ കീടം വേട്ടാളൻ്റെ പേരിലുള്ള ക്രോധവും ഭയവും നിമിത്തം അതിനെ തന്നെ നിരന്തരം ഭാവിക്കയാൽ കുറേ ദിവസം കൊണ്ട് വേട്ടാളനായിട്ട് ഭവിക്കുന്നു. ഏതൊരുവൻ ഏതൊന്നിനെ നിരന്തരം ഭാവിക്കുന്നുവോ അവൻ അതിൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുമെന്ന് ഇതിനാൽ വിശദമാകുന്നു. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതപാപ്മാനസ്തമാപുരനുചിന്തയാ. ഇപ്രകാരം ദ്വേഷഭാവം നിമിത്തം മായാമനുഷ്യനും സാക്ഷാൽ ഭഗവാനും ഈശ്വരനുമായ ശ്രീകൃഷ്ണനിൽ നിരന്തര ചിന്ത നിമിത്തം സകല പാപങ്ങളും നശിച്ച് പരിശുദ്ധന്മാരായി എത്രയോ പേർ ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. കാമാദോഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തേശ്വരേ മനഃ ആവേശ്യ തദകം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഃ. ബന്ധുഹേതുക്കളായ കാമാതിവൃത്തികളും ഭഗവത് വിഷയകമായി വരുന്ന വർഷം സകല ബന്ധങ്ങളും തീർന്ന് സായുജ്യപ്രാപ്തി കാരണങ്ങളായി വരുമെന്ന് 2 ശ്ലോകങ്ങളാൽ ഉപദേശിക്കുന്നു. കാമം, ദ്വേഷം, ഭയം, സ്നേഹം, ഭക്തി എന്നീ ഭാവങ്ങൾക്ക് അധീനരായിട്ട് മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിച്ച് അനേകം പേർ കാമാതിവൃത്തികൾ നിമിത്തമുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് വിമുക്തന്മാരായി ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചതിന് ദൃഷ്ടാന്തം പറയാം, കേൾക്കുക. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. കാമവൃത്തികൾ നിമിത്തം ഗോപസ്ത്രീകളും, ഭയത്താൽ കംസനും, ദ്വേഷത്താൽ ശിശുപാലാദി രാജാക്കന്മാരും, ബന്ധത്താൽ വൃഷ്ണികളും, സ്നേഹത്താൽ നിങ്ങളും ധർമ്മപുത്രാദികളും, ഭക്തിയാൽ മഹർഷിമാരായ ഞങ്ങളും ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചവരാണെന്ന് ഹേ വിഭോ അങ്ങ് ധരിച്ചുകൊള്ളുക. കഥമോഭിനവേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. വേനനാകട്ടെ മേൽപ്പറഞ്ഞ 5 പേരിലും ഉൾപ്പെട്ടവനല്ല. ഒരു വിധത്തിലും അവൻ്റെ മനസ്സ് ഭഗവാനിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ പാപത്താൽ നരകത്തിൽ തന്നെ പ്രവേശിച്ചു. ഏതെങ്കിലും വിധത്തിൽ മനസ്സിനെ പാപഹരനായ ഭഗവാനിൽ ഉറപ്പിക്കണം. എന്നാൽ പരമപുരുഷാർത്ഥമായ സായുജ്യം ലഭിക്കും. മാതൃശ്വശ്രേയോ വശ്ചൈദ്യോ ദന്തവക്ത്രശ്ച പാണ്ഡവ പാർഷദപ്രവരോ വിഷ്ണോർ വിപ്രശാപാത് പദാച്യുതൗ. ഹേ പാണ്ഡവ, ശിശുപാലനും ദന്തവക്ത്രനും വാസ്തവത്തിൽ ഭഗവാന്റെ ഭൃത്യവർഗത്തിൽ ശ്രേഷ്ഠന്മാരായ ജയവിജയന്മാരാകുന്നു. ബ്രാഹ്മണ ശാപം നിമിത്തം മനുഷ്യലോകത്തിൽ നിങ്ങളുടെ മാതൃസഹോദരി പുത്രന്മാരായി ജനിച്ചവരാകയാൽ അവരുടെ ശാപനിവൃത്തി വന്നതുകൊണ്ട് ഭഗവത് സായുജ്യത്തിന് അർഹന്മാർ തന്നെ. പാണ്ഡുകുലജാതരായ നിങ്ങൾ ഈശ്വരനിൽ സ്നേഹം കൊണ്ടെന്നുപോലെ ശിശുപാല ദന്തവക്ത്രന്മാർ ദ്വേഷത്താൽ ഭഗവത് ചിന്തയുള്ളവരായി ഭവിച്ചു. നിങ്ങൾക്കെന്ന പോലെ അവർ 2 പേർക്കും മുക്തിക്ക് അവകാശമുണ്ട്. യുധിഷ്ഠിര ഉവാച കീദൃശകസ്യ വാ ശാപോ ഹരിദാസാഭിമർശനഃ അശ്രദ്ധേയൈവാബാധി ഹരേരേകാന്തിനാംബവഃ. യുധിഷ്ഠിരൻ പറഞ്ഞു, സകല പാപങ്ങളെയും സംഹരിക്കുന്ന ശ്രീഹരിയുടെ ദാസന്മാരെ ബാധിക്കുന്ന ആ ശാപത്തിൻ്റെ സ്വരൂപം എന്താകുന്നു? ആരാണ് ശപിച്ചത്? ശ്രീഹരിയുടെ ഏകാന്ത ഭക്തന്മാർക്കും ജനനമരണ സ്വരൂപ സംസാരം സംഭവിച്ചുവെന്ന സംഗതി വിശ്വസിക്കാൻ പാടില്ലാത്ത ഒന്നുപോലെ തോന്നുന്നു. ദേഹേന്ദ്രിയാസുഹീനാനാം വൈകുണ്ഠപുരവാസിനാം ദേഹസംബന്ധം മേതദാഖ്യാതുമർഹസി. ജനനമരണങ്ങൾക്കാസ്പദമായിരിക്കുന്ന പ്രാകൃത ശരീരങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ എന്നിവ വൈകുണ്ഠവാസികൾക്കില്ലല്ലോ. അവരുടെ ശരീരാദികൾ ശുദ്ധ സത്വമയങ്ങളല്ലയോ? സ്ഥൂലദേഹം ഉള്ളവർക്കല്ലേ ജനനമരണങ്ങൾ ഉണ്ടാവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് വൈകുണ്ഠപുരവാസികൾക്ക് ജനനമരണമുണ്ടെന്ന് കാണിക്കുന്ന ഈ കഥ അങ്ങ് വിസ്തരിച്ച് ഞങ്ങളുടെ സംശയം തീർത്തു തരുവാൻ അർഹനാകുന്നു. നാരദ ഉവാച ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണോർലോകം യദൃച്ഛയാ സനന്ദനാഥയോ ജഗ്മുശ്ചരന്തോ ഭുവനത്രയം. ഇങ്ങനെ ചോദിച്ചതിന് നാരദ മഹർഷി മറുപടി പറയുന്നു.
ബ്രഹ്മപുത്രന്മാരായ സനന്ദനൻ മുതലായ മഹർഷിമാർ 3 ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു നാൾ ഈശ്വരേച്ഛയാ വിഷ്ണുലോകമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. പഞ്ചഷഡ്ഡായനാർഭാവാഃ പൂർവേഷാമപി പൂർവജാഃ ദിഗ്വാസസശിശൂന്മത്വാ ദ്വാ സ്തൗതാൻ പ്രത്യഷേദതാം. അവർ 5-6 വയസ്സു മാത്രം പ്രായമുള്ള കുട്ടികളെപ്പോലെ ഇരിക്കുന്നവരും വസ്ത്രഹീനന്മാരുമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ പൂർവ്വത്തിൽ ജനിച്ചവരായ മരീച്യാദികളുടെയും പൂർവജന്മാരാകുന്നു. അവരെ കണ്ടപ്പോൾ ബാലന്മാരാണെന്ന വിചാരത്താൽ ദ്വാരപാലന്മാരായ ജയവിജയന്മാർ അവരെ തടുത്തു നിർത്തി. അശബൻ കുപിതായേവം യുവാം വാസം ന ചാർഹത രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്യുഷഃ പാഭിഷ്ടാമാസുരീം യോനിം ബാലിശൗ യാതമാശ്വതഃ. സനന്ദനാദികൾ കോപിച്ചിപ്രകാരം ശപിച്ചു. ഹേ മൂഢന്മാരും പാപികളുമായുള്ളവരെ, നിങ്ങൾ 2 പേരും രജോ ഗുണവും തമോ ഗുണവും ലേശവുമില്ലാതിരിക്കുന്ന ശ്രീഹരിയുടെ പാദമൂലത്തിൽ വസിപ്പാൻ പോലും യോഗ്യരല്ല. ഭഗവാനെ സേവിപ്പാൻ യോഗ്യരല്ലെന്ന് പിന്നെ പറയണമെന്നില്ലല്ലോ. അതുകൊണ്ട് കാലതാമസം ഒട്ടും കൂടാതെ ഈ ലോകത്തിൽ നിന്ന് അധപ്പതിച്ചിട്ട് പാപികൾക്കുചിതമായ അസുരയോനിയിൽ ജനിക്കുവിൻ. ഏവം ശപ്തൗ സ്വഭവനാത് പതന്തൗ തൈ കൃപാലുഭിഃ പ്രോക്തൗ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പതാം. ഇപ്രകാരം ശപിച്ച ഉടനെ അവർ 2 പേരും വൈകുണ്ഠ ലോകത്തിൽ നിന്ന് കീഴ്പോട്ട് പോകുന്നത് കണ്ടപ്പോൾ സനന്ദനാദികൾക്ക് കരുണയുണ്ടായി. നിങ്ങളുടെ 3 ജന്മം കൊണ്ട് ഈ ശാപത്തിൽ നിന്ന് മുക്തന്മാരായിട്ട് വീണ്ടും നിങ്ങൾക്ക് വൈകുണ്ഠ ലോകത്തേക്ക് തന്നെ വരുവാൻ സാധിക്കട്ടെ എന്നനുഗ്രഹിച്ചു. ജജ്ഞാദേതൗ ദിദേ പുത്രൗ ദൈത്യദാനവവന്ദിതൗ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോനുജസ്തതഃ. ഈ ശാപം നിമിത്തം ജയവിജയന്മാർ 2 പേരും ദിതിപുത്രന്മാരായിട്ട് ജനിച്ചു. ആ നിലയിലും അവർക്ക് ഉത്കർഷം തന്നെയാണ് ഉണ്ടായത്. ദൈത്യന്മാരും ദാനവന്മാരും അവരെ വന്ദിച്ചു. അവരിൽ ഹിരണ്യകശിപു എന്നു പേരായവൻ ജ്യേഷ്ഠൻ, ഹിരണ്യാക്ഷൻ അവൻ്റെ അനുജൻ. ഹതോ ഹിരണ്യകശിപുർ ഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരേ ബിഭ്രതാ സൗകരം വപുഃ. നരസിംഹമൂർത്തിയായി അവതരിച്ച ശ്രീഹരിയാൽ ഹിരണ്യകശിപു വധിക്കപ്പെട്ടു. സമുദ്രാന്തർഗതയായ ഭൂമിയെ സ്വസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാൻ അതിന് വിരോധിയായിട്ട് നേരിട്ട് വന്ന ഹിരണ്യാക്ഷനെയും ഹനിച്ചു. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഗാംസുരകരോന്നാന യാതനാ മൃത്യുഹേതവേ. ഹിരണ്യകശിപിനെ വധിക്കുവാനുള്ള കാരണം പുത്രനായ പ്രഹ്ലാദൻ ശ്രീ ഭഗവാനിൽ പരമഭക്തനായിരുന്നു. അവനെ സ്വപുത്രനെ ഭഗവത് പ്രിയനെന്നുള്ള ഏക കാരണത്താൽ ഹിരണ്യകശിപു ഹനിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രൂരകർമ്മങ്ങളാൽ ബഹുവിധത്തിൽ ഉപദ്രവിച്ചു. സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവത്തേജസാ സ്പൃഷ്ടം നാശഗ്നോ ദന്തുമുദ്യമൈഃ. സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവനായിരുന്നു പ്രഹ്ലാദൻ. അതുകൊണ്ട് എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ബ്രഹ്മവും അവനും ഒന്നു തന്നെ എന്നറിഞ്ഞതിനാൽ ആരിലും രാഗദ്വേഷഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് നിമിത്തം ഭഗവാന്റെ തേജസ് അവനിൽ പരിപൂർണമായി. ആ കാരണത്താൽ അസ്ത്രശസ്ത്രാദികളുടെ പ്രയോഗങ്ങളാൽ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ വധിക്കുവാൻ സാധിച്ചില്ല. തതസ്തൗ രാക്ഷസൗ ജാതൗ കേശിന്യാം വിസ്രവസുതൗ രാവണകുംഭകർണശ്ച സർവലോകോപതാപനൗ. 2ാമത്തെ ജന്മത്തിൽ ജയവിജയന്മാർ വിസ്രവസിൻ്റെ പുത്രന്മാരായിട്ട് കേശിനിയിൽ രാക്ഷസന്മാരായി ജനിച്ചു. സകല ലോകങ്ങളെയും തപിപ്പിക്കുവാൻ മതിയായ പരാക്രമശാലികളായ അവർക്ക് രാവണൻ എന്നും കുംഭകർണൻ എന്നുമായിരുന്നു നാമധേയങ്ങൾ. തത്രാഭിരാഘവോ ഭൂത്വാ ജ്ഞഹനശ്ചാപമുക്തയേ രാമവീര്യം ശ്രോഷ്യസി ത്വം മാർക്കണ്ഡേയമുഖാത് പ്രഭോ. രാവണ കുംഭകർണന്മാരായി ജനിച്ച അവരെ ശ്രീ ഭഗവാൻ രഘുകുലത്തിൽ ദശരഥപുത്രനായി അവതരിച്ച് ഹനിച്ചു. അവരുടെ ശാപത്തെ തീർത്ത് അനുഗ്രഹിക്കണമെന്നാണ് ഭഗവാന്റെ കാരുണ്യം. ഹേ പ്രഭോ, രാമചന്ദ്രൻ്റെ വീര്യത്തെ മാർക്കണ്ഡേയ മുഖത്തിൽ നിന്ന് കേൾക്കാൻ അങ്ങേക്ക് സാധിക്കും. അതിനാൽ രാമചരിതം കേൾക്കണമെന്നുള്ള ഉത്കണ്ഠ ഇപ്പോൾ അടക്കുക. താവേവ ക്ഷത്രിയൗ ജാതൗ മാതൃഷ്വസ്രാത്മജൗ തവ അധുനാ ശാപനിർമുക്തൗ കൃഷ്ണചക്രഹതാം ഹസൗ. മുജ്ജന്മത്തിൽ രാവണ കുംഭകർണന്മാരായ ആ 2 പേർ തന്നെയാണിപ്പോൾ അങ്ങയുടെ മാതൃ സഹോദരി പുത്രന്മാരായി ക്ഷത്രിയ വംശത്തിൽ ജനിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ചക്രത്താൽ അവരുടെ പാപം നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ 3ാമത്തെ ജന്മത്തിൽ അവർ ശാപത്തിൽ നിന്ന് നിശ്ശേഷം മുക്തരായി.
ഇതിനു മുമ്പ് കഴിഞ്ഞ 2 ജന്മങ്ങളിലും ഭഗവാൻ തന്നെ അവരെ ഹനിച്ചുവെങ്കിലും ബ്രാഹ്മണ ശാപ പ്രാബല്യം നിമിത്തം ഭഗവത് സായുജ്യത്തിന് അർഹരായില്ല. ഇപ്പോഴാകട്ടെ ശാപാവധി വന്നതിനാൽ ഭഗവത് സായുജ്യം സിദ്ധിച്ചു എന്നറിഞ്ഞുകൊള്ളുക. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേനാച്യുതസാത്മതാം നീതൗ പുനർഹരേ പാർശ്വം ജഗ്മദുർവിഷ്ണു പാർഷദോ. ഭഗവാനിൽ വൈരത്തിൻ്റെ അനുബന്ധം നിമിത്തം ഭഗവത് സ്വരൂപത്തെ ശക്തിയോടുകൂടി നിരന്തരം ധ്യാനിച്ചതിനാൽ അവർക്ക് ഭഗവത് സായുജ്യം ലഭിച്ചു. എങ്കിലും അവരുടെ അധികാരമായ ഭൃത്യഭാവത്തെ തന്നെ പ്രാപിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട് രണ്ടാമതും ജയവിജയ സ്വരൂപം ധരിച്ച് ഭഗവത് സന്നിധാനത്തിൽ പ്രവേശിച്ചു. യുധിഷ്ഠിര ഉവാച വിദ്യേഷോ ദൈതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹി മേ ഭഗവാൻ ഏന പ്രഹ്ലാദസ്യാച്യുതാത്മതാ. യുധിഷ്ഠിരൻ ചോദിച്ചു. നാരദവചനം കേട്ടപ്പോൾ ജനിച്ച സംശയം നിമിത്തം ചോദിക്കുകയാണ്. ഹേ ഭഗവൻ, അങ്ങയ്ക്കറിയാത്തതൊന്നുമില്ല. സ്വതേ തന്നെ പുത്രനെ സ്നേഹിക്കുക എന്നത് പ്രാണി സാധാരണമാകുന്നു. പ്രഹ്ലാദനാകട്ടെ രാഗലോഭാദി ദോഷവൃത്തികളില്ലാത്തതുകൊണ്ട് മഹാത്മാവാണെന്നും അങ്ങ് അരുളി ചെയ്തു. അപ്രകാരമുള്ള ആത്മജനിൽ ഹിരണ്യകശിപിന് വിരോധാഭിപ്രായം എങ്ങനെയുണ്ടായി? അസുരാധിപ പുത്രനായി ജനിച്ച പ്രഹ്ലാദൻ്റെ ചിത്തം ഭഗവാനിൽ മാത്രമായിരിക്കാൻ എന്താണ് കാരണം? ഈ 2 സംഗതിയെയും അറിയുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് അരുളി ചെയ്യണം. 1-ാമത്തെ അധ്യായം സമാപിച്ചു. 2-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.